എനർജി ഇവിടെ എഴുതിയേക്കാം. എനർജി എന്ന് പറഞ്ഞാൽ n=1 ആണെങ്കിൽ എനർജി എത്ര വരും? -13.6 ഇലക്ട്രോൺ വോൾട്ട്. പിന്നെ വരുന്നത് എത്രയായിരുന്നു? -3.4 ഇലക്ട്രോൺ വോൾട്ട്. പിന്നെ വരുന്നത് -1.51 ഇലക്ട്രോൺ വോൾട്ട്. പിന്നെ 0.85 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? പിന്നെ എത്രയായിരുന്നു? 0.31 അങ്ങനെ പോകും അല്ലേ? അപ്പോൾ ഇത് ഓരോ എനർജി ഡിഫറൻസ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതിൽ വരയ്ക്കുമ്പോഴേക്കും ശ്രദ്ധിക്കണം, ഇത്രയും എനർജി ഡിഫറൻസ് ഇവിടെ ഉണ്ടാവരുത്, അതിലും കുറവായിരിക്കണം. പിന്നെ അത് കുറഞ്ഞ് വരണം. കാരണം എന്താ? ഈ വ്യത്യാസമാണ് സംഭവം. മനസ്സിലായി? ഇത് നോക്കിയേ, 3.4-ഉം 13.6-ഉം. അപ്പോൾ ആ ഡിഫറൻസ് 10.2 ഉണ്ട് അല്ലേ? ഇവിടെ എത്രയേ ഉള്ളൂ? 1.51-ഉം 3.4 ഉള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം ഒരു 1.5-ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അത് അത്രേ വരാവുള്ളൂ. ഇവിടെ അതിലും കുറവ് വ്യത്യാസം. അങ്ങനെ കുറഞ്ഞാണ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഡിസ്റ്റൻസും അങ്ങനെ തന്നെ വരയ്ക്കാം. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു ഓർബിറ്റ് ഒരു ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ ഇപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. ഫസ്റ്റിൽ നിന്ന് പിന്നെ പോകുന്നില്ല. ഡി എക്സൈറ്റേഷൻ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടെ ഇരുന്ന ഇലക്ട്രോൺ നേരെ തിരിച്ച് ഇവിടെ വരുന്ന കേസാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ തേർഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് വരുന്നത്, ഫോർത്തിൽ നിന്ന് ഫസ്റ്റിലേക്ക് വരുന്നത്, ഫിഫ്ത്തിൽ നിന്ന് ഫസ്റ്റിലേക്ക് വരുന്നത്, അങ്ങനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഫസ്റ്റ് ഓർബിറ്റിലേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഷെല്ലിലേക്ക് വരുന്നതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1-ൽ നിന്ന് 2-ൽ നിന്ന് 2-ൽ നിന്ന് 3-ൽ നിന്ന് 4-ൽ നിന്ന് അങ്ങനെ വരുന്നു. ഓക്കെ, അപ്പോൾ ഫ്രം എവിടെ നിന്നാണെങ്കിൽ to n=1 to n=1ലേക്കാണ് വരുന്നതെങ്കിൽ ഈ ഒരു സ്പെക്ട്രത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് സീരീസ്? ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറഞ്ഞത്? ലെയ്മൻ സീരീസ് എന്ന് വിളിക്കും. ലെയ്മൻ സീരീസ് ഓഫ് സ്പെക്ട്രം എന്ന് നമ്മൾ വിളിക്കും. കാരണം ഇതിൽ വേവ് ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കും. അതായത് നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സെക്കൻഡ് ഷെല്ലിൽ നിന്ന് ഫസ്റ്റ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ചാടുമല്ലോ. അപ്പോൾ പുറത്തേക്ക് വരുന്ന എനർജി എത്രയാണെന്ന് നമുക്കറിയാം. 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലേ? അത് വെച്ചിട്ട് ആ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ലാംഡ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ സെക്കൻഡ് വരുന്നത് 3-ൽ നിന്ന് വരുന്നതാണ്, 4ൽ നിന്ന് വരുന്നത്, അങ്ങനെ വരുമല്ലോ. ഏറ്റവും അവസാനം വരുന്ന എവിടെ നിന്നാണ്? ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നതാണ്. അവിടെയും നമ്മൾ ലാംഡ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് തുടക്കമുള്ളൊരു ലാംഡയും കിട്ടും, അവസാനമുള്ളൊരു ലാംഡയും കിട്ടും. അപ്പോൾ അത് വെച്ച് നമ്മൾ നമ്മളുടെ ആറ്റോമിക് സ്പെക്ട്രം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ ഈ എനർജി എന്ന് പറയുമ്പോഴേക്കും ആ എനർജിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻ അൾട്രാ വയലറ്റ് റീജിയനിലാണ് വരുന്നത്. അൾട്രാ വയലറ്റ് റീജിയനിൽ വരുന്ന റേഡിയേഷൻസിൻ്റെ വേവ് ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ n=1ലേക്ക് വരുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അവർ പുറത്തേക്ക് വിടുന്ന എനർജി ഇല്ലേ, അത് എന്താണ്? UV റേസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളത് പ്രൂവ് ചെയ്യും, നമുക്കത് ലാംഡ പഠിക്കാനുണ്ട്. ഇനി അതേപോലെ രണ്ടാമത് വരുന്നത്, അപ്പോൾ ഇതിനെ വിളിക്കുന്നതാണ് ലെയ്മൻ സീരീസ്. രണ്ടാമത് വരുന്നതാണ് n= എങ്ങോട്ടാണ് വരുന്നത്? 2ലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണ് 2ലേക്ക് വരുന്നത്? തേർഡിൽ നിന്ന്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസിഷൻ എവിടെ നിന്ന് തുടങ്ങും? തേർഡിൽ നിന്ന് തുടങ്ങും. 4ൽ നിന്നും പിന്നെ അടുത്തത് 5th, അങ്ങനെ പോയി ഇൻഫിനിറ്റിയിലേക്ക് എത്തും അല്ലേ? അങ്ങനെ ഇവിടെ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിച്ചാൽ ഇതിനെ വിളിക്കുന്നതാണ് ബാൽമർ സീരീസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇലക്ട്രോൺ ഡീഎക്സൈറ്റ് ചെയ്ത് എങ്ങോട്ട് വരുന്നത്? രണ്ടാമത്തെ ഷെല്ലിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ബാൽമർ സീരീസ് എന്ന് വിളിക്കുന്നത്. ഈ ബാൽമർ സീരീസിൻ്റെ എനർജി എടുക്കുമ്പോഴേക്കും, അതായത് നമ്മൾ തേർഡ് ഷെല്ലിൽ നിന്ന് ഫസ്റ്റിലേക്ക് വരുന്ന എനർജി ഡിഫറൻസ് നോക്കും, അതിൽ നിന്ന് ലാംഡ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അങ്ങനെ അതിനെ നമ്മൾ ഫസ്റ്റ് ലാംഡ എന്ന് മാർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്നത് എവിടെ നിന്നാണ്? ഇൻഫിനിറ്റിയിൽ നിന്ന്. അവിടുന്ന് വരുന്ന എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അവിടുന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ലാംഡ കണ്ടുപിടിക്കും. അങ്ങനെ ലാംഡ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് ഈ ബാൽമർ സീരീസിൽ വരുന്നത് വിസിബിൾ സ്പെക്ട്രത്തിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഈ ബാൽമർ സീരീസിൽ നിന്ന് വരുന്ന റേഡിയേഷൻ നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായി? അപ്പോൾ നമ്മൾ കാണുന്ന കളേഴ്സൊക്കെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ ചൂടാക്കിയോ അല്ലെങ്കിൽ എനർജി സപ്ലൈ ആയിട്ട് നമ്മളൊരു അതിൻ്റെ അകത്തുനിന്ന് റേഡിയേഷൻ കളറായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ പറഞ്ഞോണം അതെന്ത് സീരീസാണ്, അതൊരു ബാൽമർ സീരീസ് ആണെന്ന് പറയാൻ പറ്റണം. മനസ്സിലായോ? അപ്പോൾ അതെന്താണ്? അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, വിസിബിളാണ്. ഈ UV റേസ് നമുക്ക് കാണാൻ പറ്റത്തില്ല, അൾട്രാ വയലറ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അയ്യോ അതെന്താണ്, അത് ലെയ്മൻ ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതെന്താ? ഇത് ബാൽമർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്? അവർ വിസിബിൾ സ്പെക്ട്രത്തിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് മൂന്നാമത്തെ ഷെല്ലിലേക്ക്. അപ്പോൾ ലെയ്മൻ സീരീസായി, ബാൽമർ സീരീസായി. ഇതെന്താണ്? തേർഡ് വൺ എന്താ? ഇത് വരുന്നത് പാർഷ്യൻ സീരീസ് വരും. അതെന്താണ്? അത് തേർഡിലേക്കാണ് വരുന്നത്. 4ൽ നിന്ന് തേർഡിലേക്ക്, അങ്ങനെ ഇൻഫിനിറ്റിയിൽ നിന്ന് തേർഡിലേക്ക് വരും. അപ്പോൾ ലെയ്മൻ സീരീസ്, ബാൽമർ സീരീസ്, ഇത് പാർഷ്യൻ സീരീസ് എന്ന് പറയും. പാർഷ്യൻ സീരീസ് എന്ന് പറയും. ഇവർ വരുന്നത് ഇൻഫ്രാറെഡിലാണ്. അതായത് ഇത് വരുന്നത് ഏർലി ഇൻഫ്രാ റെഡ് സീരീസ്, IR സീരീസിലാണ് വരുന്നത്. ഇവനും ഈ പാർഷ്യൻ സീരീസും അതേപോലെ തന്നെ അടുത്തതും വരുന്നത് ഏർലി ഇൻഫ്രാ റെഡിൽ തന്നെയാണ് വരുന്നത്.
ഓക്കെ, ലെയ്മൻ സീരീസായി, ബാൽമർ സീരീസായി, പാർഷ്യൻ സീരീസായി. അടുത്ത ഏതാ? ഇതെന്തുവാ? ഫോർത്തിലേക്ക് വരുന്നത്, n=4 വരുന്നതിന് നമ്മൾ വിളിക്കുന്നത് ബ്രാക്കറ്റ് സീരീസ് എന്ന് വിളിക്കും. പിന്നെ അടുത്തുണ്ടല്ലോ ലെയ്മൻ, ബാൽമർ, പാർഷ്യൻ, ബ്രാക്കറ്റ്. പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ ഫൺ സീരീസ് ഉണ്ട്. ഇവിടെ വരുമ്പോഴേക്കും അത് ഫണ്ടായി. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഹംഫ്രി എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. ഹംഫ്രി എന്ന് പറയുന്ന സീരീസും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഏർലി ഇൻഫ്രാറെഡ് ആണ്. അപ്പോൾ ഫണ്ട് വരുന്നത് എന്തിനായിരിക്കും എന്ന് പറയാമോ? ഇൻഫ്രാറെഡ്, പ്യുവർ ഇൻഫ്രാറെഡിലാണ് ഫണ്ട് വരുന്നത്. കൂടി വരുന്നു. അൾട്രാ വയലറ്റ്, വിസിബിൾ, ഏർലി ഇൻഫ്രാറെഡ്, പിന്നെ എന്താ ലേറ്റർ ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ്, അങ്ങനെ പോകും. പിന്നെ മൈക്രോവേവ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഓർത്തിരിക്കുക. നമ്മൾ എന്തിനെയാണ് നമ്മൾ ഈ ബാൽമറെന്നും ലെയ്മനെന്നും എന്നൊക്കെ വിളിക്കുന്നത് ഓർത്തിരിക്കുക. ഇലക്ട്രോണിൻ്റെ ഡി എക്സൈറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഷെല്ലിലേക്ക് വരുന്ന ഏത് ഓർബിറ്റിൽ നിന്നാണ് വരുന്നതെന്ന് നോക്കണ്ട. എവിടുന്ന് വന്നാലും ഫസ്റ്റിലേക്കാണോ വരുന്നതെങ്കിൽ അവൻ എന്ത് വിളിക്കാം? ലെയ്മൻ സീരീസ് എന്ന് വിളിക്കാം. സെക്കൻഡിലേക്കാണെങ്കിൽ ബാൽമറാണ്, പിന്നെ പാർഷ്യനാണ്, പിന്നെ ബ്രാക്കറ്റാണ്, പിന്നെ ഫണ്ടാണ്, പിന്നെ ഹംഫ്രി ആണ്. അങ്ങനെ പോകും. ഇനി ഇവർ ഏത് സ്പെക്ട്രത്തിലാണെന്ന് ഏത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലാണ് വന്ന് വീഴുന്നതെന്നായിരിക്കും ചിലപ്പോൾ ചോദ്യം വരുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കണം. അൾട്രാ വയലറ്റ് വരുന്ന ലെയ്മൻ സീരീസ് ആണെങ്കിൽ അത് അൾട്രാ വയലറ്റ് ആണ്. അപ്പോൾ ഇവന്മാർക്ക് എന്താ? എനർജി കൂടുതലാണ് അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതോറും എനർജി കുറയുമല്ലേ? അൾട്രാ വയലറ്റിനേക്കാൾ കുറച്ച് എനർജി ആയിരിക്കും വിസിബിളിന്, അതിനേക്കാൾ കുറച്ച് എനർജി ആയിരിക്കും ഇൻഫ്രാറെഡിന്. പക്ഷേ ഇവരുടെ എല്ലാം വേവ് ലെങ്ത് അങ്ങോട്ട് പോകുന്നതോറും കൂടുകയോ കുറയുമോ? വേവ് ലെങ്ത് കൂടും. അപ്പോൾ ഇവിടുത്തെ വേവ് ലെങ്ത് എത്രയാണോ അതിനേക്കാൾ കൂടുതൽ വേവ് ലെങ്ത് ഇവരുണ്ടാവും. അപ്പോൾ വേവ് ലെങ്ത് ഇങ്ങനെ കൂടി പോകും. വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് എനർജി കുറഞ്ഞും വരും. മനസ്സിലായോ? അപ്പോൾ ഓർത്തിരിക്കുക, ലെയ്മൻ സീരീസിൽ വരുന്നത് അൾട്രാ വയലറ്റ്, ബാൽമർ സീരീസിൽ വരുന്നത് വിസിബിൾ ആണ്, പാർഷ്യനും ബ്രാക്കറ്റൊക്കെ വരുന്നത് ഇൻഫ്രാറെഡ്, ഏർലി ഇൻഫ്രാറെഡ്, ഫണ്ടും വരുന്നത് ഇൻഫ്രാറെഡിലാണ്. ഇതാണ് ആ ഒരു സീരീസ് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് ലാംഡ കണ്ടുപിടിക്കണം, അതിലേക്ക് നമുക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാംഡ കണ്ടുപിടിച്ചിട്ടാണ് ഇങ്ങനെ എത്തുന്നത്. എന്നാലും നമ്മളിത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതറിയാലോ, കുഴപ്പമില്ല, ഇത് മനസ്സിലായല്ലോ.